ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ നോമ്പ് ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് വലിയ നോമ്പ് നമസ്കാരത്തിലെ വെള്ളിയാഴ്ച സന്ധ്യയുടെ ബോസോയിൽ നിർത്തുന്ന 4 വരികളാണ്. It's all about the parable of the rich and the Lazarus that is written in the Gospel according to Saint Luke, chapter 16, verse 19 to 31. അഗ്നിജ്വാലയുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരിറ്റ് വെള്ളത്തിനായി ദാഹിക്കുന്ന ലാസറിൻ്റെ വിലാപം ഒരു ഉപമയോ അല്ലെങ്കിൽ ഒരു കഥയോ മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രയോറിറ്റികളെ പറ്റിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ നറേഷനിൽ എവിടെയും ധനവാൻ ഒരു പാപം ചെയ്തതായിട്ടോ അല്ലെങ്കിൽ ലാസർ ഒരു നന്മ ചെയ്തതായിട്ടോ പറയുന്നില്ല. നേരെ മറിച്ച് ധനവാൻ ലാസറിനെ തൻ്റെ പടിപ്പുരയിൽ തങ്ങുവാൻ അവിടെ അനുവദിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ രീതി വെച്ചും 4 തരമുണ്ട്. വിചാരത്താലുള്ള പാപം, വാക്കാലുള്ളത്, പ്രവൃത്തിയാലുള്ളത്, എല്ലാം ഉപരിയായിട്ട് ഉപേക്ഷയാലുള്ളത്. നമ്മൾ വിചാരത്താൽ പാപം ചെയ്യാറുണ്ട്, വാക്കാൽ പാപം ചെയ്യാറുണ്ട്, പ്രവൃത്തിയാലും പാപം ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഗ്രാവിറ്റിയുള്ള വേറൊരു പാപമാണ് ഉപേക്ഷയാലുള്ള പാപം, സിൻ ഓഫ് ഒമിഷൻ. ഈ ബാക്കി 3 പാപങ്ങളും നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പാപമാണ് ഉപേക്ഷയാലുള്ള പാപം, സിൻ ഓഫ് ഒമിഷൻ. നല്ല കാര്യങ്ങൾ ചെയ്യാതെ പോകുന്നത് ഒരു പാപമാണ്. പാപം ചെയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, നേരെ മറിച്ച് നന്മ ചെയ്യുന്നതും നല്ലത് ചെയ്യുവാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണമെന്ന് ധനവാൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ലാസറിൻ്റെ ജീവിതം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് നോക്കണം. കർത്താവായ യേശുമ്പുരാൻ ഒരുപാട് ഉപമകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉപമയിൽ ഉടനീളം നോക്കുമ്പോൾ ഒരൊറ്റ പേര് മാത്രമേ ആ ഉപമകളിൽ പരാമർശിച്ചിട്ടുള്ളൂ. അതായത് ലാസർ എന്ന് പറയുന്ന ഒരൊറ്റ പേര് മാത്രമേ കർത്താവായ യേശുമ്പുരാൻ പറഞ്ഞും പഠിപ്പിച്ചിട്ടുള്ള ഉപമകളിൽ പരാമർശിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം ലാസറിൻ്റെ പേര് മാത്രം അതിൽ പരാമർശിച്ചിരിക്കുന്നത്? ബിക്കോസ് ലാസർ എന്ന് പറയുന്ന പേരിനൊരു പ്രാധാന്യമുണ്ട്. ലാസർ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം ദൈവമാണ് എൻ്റെ സഹായം എന്നുള്ളതാണ്. ലാസറിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ലാസർ പ്രത്യേകിച്ച് നന്മകളൊന്നും ചെയ്തതായിട്ട് ഇതിൽ പറയുന്നില്ല. തൻ്റെ ജീവിതത്തിൽ താൻ ദരിദ്രനായിരുന്നു, രോഗിയായിരുന്നു, ഒരുപാട് വേദനകൾ അനുഭവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ആ വേദനയുടെ നടുവിലും ലാസർ ദൈവം ആണ് എൻ്റെ സഹായമെന്ന് ഉറക്കെ നിലവിളിച്ച് ഏറ്റുപറഞ്ഞൊരു മനുഷ്യനാണ്. രോഗിയായതുകൊണ്ടോ അല്ലെങ്കിൽ ദരിദ്രനായതുകൊണ്ടോ മാത്രം നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. ആ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവമാണ് എൻ്റെ സഹായമെന്ന് ഏറ്റുപറഞ്ഞ് ലാസറിനെ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. എന്താണ് ലാസർ? തൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും കഷ്ടതകളും രോഗങ്ങളും വേദനകളും എല്ലാം വന്ന സമയത്തും ദൈവമാണ് എൻ്റെ സഹായമെന്ന് ഉറക്കെ നിലവിളിച്ച് പറഞ്ഞതുകൊണ്ട് തൻ്റെ മരണശേഷം സ്വർഗീയ ഭവനത്തിൽ ലാസറിനൊരു ഇരിപ്പിടം ഉണ്ടാവുകയുണ്ടായി. ഈ ഒരു ബോസോടെ വരികളിൽ ധനവാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ കണ്ടതുപോലെ ധനത്തെ കാണാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. നമുക്ക് സമ്പത്തുണ്ടാകുന്നതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പക്ഷേ ആ സമ്പത്ത് നമ്മളെ ഭരിക്കുന്നത് ഒരു വലിയ അപകടമാണ്. ഒരിക്കലും സമ്പത്ത് നമ്മളെ ഭരിക്കുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. ധനവാൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ധനവാൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു. ധനമാണ് തൻ്റെ സുരക്ഷയും സന്തോഷമെന്ന് ജീവിതത്തിലുടനീളം ധനവാൻ കരുതിയിരുന്നതാണ്. പക്ഷെ മരണശേഷം അഗ്നിജ്വാലയുടെ നടുവിൽ നിന്നപ്പോൾ ഈ സ്വരുക്കൂട്ടി വെച്ച ധനത്തിനോ സുഖസൗകര്യങ്ങൾക്കോ സന്തോഷങ്ങൾക്കൊന്നും ധനവാനെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ സാധിച്ചില്ല. നമ്മൾ ലാസറിൻ്റെ ജീവിതം ഒന്ന് നോക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിച്ചൊരു മനുഷ്യനാണ് ലാസർ. രോഗത്തിൻ്റെ അവസ്ഥയിൽ കൂടെ പോയി, ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ കൂടെ പോയി. പക്ഷെ അതെല്ലാം ഒരു താൽക്കാലികമായ ഒരു ജീവിതമായിരുന്നു. അതിനുശേഷം മരണശേഷം ലാസർ അനുഭവിക്കുന്ന ആ ഒരു ആശ്വാസം അത് നിത്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ധനവാൻ്റെ ജീവിതം നോക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ഒരുപാട് സുഖസൗകര്യങ്ങളും ധനശേഖരങ്ങളും അദ്ദേഹം ഈ ലോകത്തിലുണ്ടാക്കി. അത് പക്ഷേ ഏറ്റവും താൽക്കാലികമായിട്ടുള്ളൊരു ജീവിതം മാത്രമായിരുന്നു. അതിനുശേഷം അദ്ദേഹം അനുഭവിക്കുന്നതുമായ ഒരു വേദന അത് നിത്യമായിട്ടുള്ളതാണെന്ന്
ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ബോസോടെ വരികളിൽ നോക്കുമ്പോൾ അടുത്തതായിട്ട് പറയുന്നത്, ഈ താൽക്കാലികമായ ജീവിതത്തിൽ ഇമ്പപ്പെടാതെ ലാസറിനെ പോലെ ജീവിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗ്ലോറിഫൈങ് ദ പുവർ ലൈഫ്. കഷ്ടതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ നിൽക്കുമ്പോഴും ദൈവമാണ് എൻ്റെ സഹായമെന്ന് ലാസറിനെ പോലെ പറയുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ധനവാനെ പോലെ ആത്മീയമായൊരു തിരിച്ചറിവ് ഉണ്ടാകുവാനും ലാസറിനെ പോലെ ദാരിദ്ര്യത്തിൻ്റെയും രോഗത്തിൻ്റെയും വേദനയുടെ അനുഭവത്തിലും ദൈവമാണ് എൻ്റെ സഹായമെന്ന് ഏറ്റുപറയുവാനും ഈ നോമ്പുകാലം നമുക്കിടയാക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.